ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇത് സൺഡേ ആയിട്ട് ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശിവഗംഗ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശിവഗംഗ പെട്ടെന്നുള്ള പ്ലാനാണ് കേട്ടോ, മുൻകൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞു ശിവഗംഗ പോകാൻ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് ഞാനും പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ശിവഗംഗ വലിയൊരു കുന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് ശിവഗംഗ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് അറിഞ്ഞത് അത് വലിയൊരു അമ്പലമാണ്. അതിൻ്റെ മുകളിൽ വലിയൊരു അമ്പലമാണ്. നമ്മുടെ മൈസൂരൊക്കെയുള്ള ചാമുണ്ഡി ഹിൽസൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ കുന്നിൻ്റെ മുകളിൽ വലിയൊരു അമ്പലമാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ നടന്നിട്ട് തന്നെ കയറണം മുകളിലേക്ക്. ഇപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അമ്പലമാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോരുത്തർ കാര്യം കൊടുത്തത്. ഞാനും റയാനും കുളിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും അങ്ങോട്ടേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു കേട്ടോ. കാരണം അമ്പലത്തിലേക്ക് നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ താഴ്ന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങ് കാണുന്നതാണ് ശിവഗംഗ ബെട്ട, വലിയൊരു കുന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏകദേശം നടന്ന് കയറാൻ ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. നമ്മൾ ഫുള്ള് നടന്നിട്ട് കയറണം, വണ്ടിയൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും കയറിയാൽ ലേറ്റ് ആവും, കാരണം ഇപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം രാവിലെ വന്നാൽ നല്ല കോടയൊക്കെ കാണാൻ പറ്റും. ഒരു 6 മണി 7 മണിക്ക് ആ ഒരു സമയത്തൊക്കെ വന്നാൽ നല്ല വ്യൂ ആയിരിക്കും അവിടെ നിന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ വരാമെന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു പോക്ക് ഒന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റോഡ് സൈഡിൽ ഇത് ചോളം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചോളം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പിട്ട് നല്ല കാറ്റുമാണ്. അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ വലുതായിട്ട് പെയ്യുന്നതല്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ കാറ്റടിച്ച് നമ്മൾ പറത്തി കൊണ്ടുപോകുന്നത്തെ കാറ്റാണ് ഇവിടെ. എന്തായാലും നല്ല തണുത്തൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂട് ചോളം കഴിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ചുട്ട ചോളം കഴിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു അടുപ്പത്തെ ചുട്ടെടുത്തതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മൾ ചോളൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് വില്ലേജ് വ്യൂസ് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പകുതിക്ക് എത്തുമ്പോഴാണ് നല്ല റെട്ടിൻ്റെ പണി കിട്ടിയത്. വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ എടുത്തിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പെട്രോൾ കുറച്ച് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് അടിക്കാൻ വിട്ടുപോയി. ഇനി ഇവിടെ അടുത്തടിയും പെട്രോൾ പമ്പും ഇല്ല, 4 കിലോമീറ്റർ അങ്ങനെ പോകാനുണ്ട് കേട്ടോ പെട്രോൾ പമ്പിലേക്ക്. ശിവഗംഗ ടു നെല്ലമംഗല റോഡാണ് കേട്ടോ, അതായത് ബാംഗ്ലൂരേക്ക് വന്ന റോഡ് തന്നെയാണിത്. പക്ഷേ എക്സ്പ്രസ് ഹൈവേ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഗ്രാമപ്രദേശത്തോടുള്ള ചെറിയൊരു ഹൈവേ ആണ് കേട്ടോ. ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് റിജുവാട്ടൻ വണ്ടി എടുത്തിട്ടല്ല, വേറൊരാൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് തള്ളിക്കൊടുത്തു. അങ്ങനെ എൻ്റെ പെട്രോൾ അടിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഞാനും റയാനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ചുറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ കഴുകും തോട്ടവും തെങ്ങും പിന്നെ മാവും എന്തൊക്കെയോ ഉണ്ടിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റുമായിട്ട് അങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഏതാ കറക്റ്റ് സ്ഥലം ഇതാണെന്നും അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഒരു ധൈര്യത്തിൽ അങ്ങനെ ഇറങ്ങി നിന്നേ ഉള്ളൂ, ആരും കാണാനൊന്നും ഇല്ല. അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട്, പിന്നെ ബസ്സും കാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി എടുത്തിട്ട് വണ്ടിയിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളിവിടെ നിന്നു. റിജുവാട്ടൻ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗായ്സ് പെട്രോൾ കഴിഞ്ഞിട്ട് റിജുവാട്ടൻ പെട്രോൾ അടിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ റയാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. റയാനത് അടിക്കുന്നത്. ഫുള്ളൊരു മാവിൻ തോട്ടം കേട്ടോ, മുരിങ്ങയുണ്ട്, ഫുള്ള് കുഞ്ഞു മാവാട്ടെ. ഇത് ഇത്രയും വളരൂല, നിറച്ചും മാങ്ങയും പിടിക്കും അതിൽ. നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ, ഭയങ്കര ഇഷ്ടം. പക്ഷെ നല്ല മഴക്കാറാണ്, കൂടി ഒരു നല്ല അടിപൊളി സ്ഥലം. നല്ല കാറ്റാണ് കേട്ടോ, ആ കാറ്റിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ നല്ല കാറ്റുണ്ട്. റോഡ് സൈഡിൽ കണ്ടത് കുറേ പൂവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടി കുറച്ച് പൂവൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും റിജുവാട്ടൻ വന്നു. കുറച്ച് ഏകദേശം 4 കിലോമീറ്റർ പോകാനുണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ പെട്രോൾ പമ്പിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വന്നു. ജസ്റ്റ് അയാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റി കേട്ടോ. അവരിങ്ങനെ ജസ്റ്റ് ബാക്കിൽ നിന്ന് ഉന്തി കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് നേരെ വരുന്ന സമയത്ത് റയാൻ വിശക്കുന്നതെന്ന് പറയാൻ തുടങ്ങി. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തില്ലേ, അപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ റോഡ് സൈഡിൽ ചെറിയൊരു തട്ടുകട പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കും വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് തട്ടേ ഇഡ്ഡലി എന്ന് അങ്ങനെ എന്തോ കേട്ടോ ആ ഒരു കടേൻ്റെ പേരുണ്ടായത്. ഞാൻ എവിടെ പോയാലും ഇഡ്ഡലി കഴിക്കൂല. അപ്പോൾ ജസ്റ്റ് ഒരു ഇഡ്ഡലി വാങ്ങിച്ചു. പിന്നെ റിജുവാട്ടിന് എന്താണ് ചിത്രെണ്ണ, അതായത് നമ്മുടെ ലെമൺ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. റിജുവാട്ടിന് അങ്ങനത്തെ റൈസ് ഐറ്റംസേ വാങ്ങിക്കുള്ളൂ. അതേ വാങ്ങി. ഞാൻ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും വാങ്ങിയില്ല, കാരണം ഇവർ രണ്ടാളും എന്തായാലും ബാക്കി വെക്കുമെന്ന് അറിയാവുണ്ട്. ഞാൻ റിജുവാട്ടൻ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, ഞാനതാ കഴിച്ചേട്ടോ ലെമൺ റൈസ്. എന്നിട്ട് നല്ലൊരു ചായ ഉണ്ടായിരുന്നു, നല്ല ഇഞ്ചി ഇട്ട ചായ കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. അത് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു, അതൊന്നും കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക്
നമ്മളെന്താ ജസ്റ്റ് ഒന്ന് എന്താണ് നഴ്സറി കയറി കേട്ടോ, ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ചെടി കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല, ജസ്റ്റ് തുളസി വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മുടെ പനിക്കൂർക്കയില്ലേ, കൂർക്കയില്ല, അതിൻ്റെ ചെടിയും വാങ്ങിക്കണം, ജലദോഷത്തിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ അടുത്തുള്ളത് എന്താ ഔഷധ ചെടികളാണ്, അതായത് മെയിനായിട്ട് അലോവേരയും പിന്നെന്താണ് റോസ്മേരി ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് മാത്രമേ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തുളസി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ശരിയായില്ല, എന്താ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നമാണോ അറിയില്ല. ഇന്നിപ്പോൾ ഇവിടെ നിന്നൊരു തുളസിയും പിന്നെ പനിക്കൂർക്കയാണ് എടുത്തത്, നമ്മുടെ കൂർക്കയില്ലേ അതും എടുത്തിട്ടില്ല കേട്ടോ. ബാക്കി എൻ്റെ കയ്യിൽ എന്താണ് കറ്റാർവാഴയും റോസ്മേരിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു തക്കാളി തൈയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചെറിയൊരു തക്കാളിയും പിടിച്ചിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പറങ്കിത്തൈയും, അത്രയേ ഉള്ളൂ കേട്ടോ. വലിയ കാരണമൊന്നുമല്ല, നമുക്ക് അത്യാവശ്യമില്ല. കാരണം തുളസിയും കറ്റാർവാഴയൊക്കെ എനിക്ക് വെളിച്ചെണ്ണ കാശാൻ ആവശ്യമുണ്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ വേറെ എവിടെയും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം നമുക്ക് ഇവിടെ തന്നെ പറിക്കാമല്ലോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.